രാഹുൽ ഗാന്ധി വീണ്ടും സൈന്യവിരുദ്ധ പരാമർശം നടത്തിയിരിക്കുന്നു. ഇന്ത്യൻ സേനയ്ക്കെതിരെയാണ് പരാമർശം. എന്തിനാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഇന്ത്യ വിരുദ്ധത പ്രകടിപ്പിക്കുന്നത്? രാഹുൽ ഇന്ത്യ വിരുദ്ധനായതുകൊണ്ട്. രാഹുൽ ഗാന്ധി എന്താ മുമ്പ് പറഞ്ഞത്? എൻ്റെ സമരം ഇന്ത്യൻ സ്റ്റേറ്റിനെതിരെയാണ്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രമാണ്, അല്ലാതെ മോദിയല്ല. ഇന്ത്യൻ സ്റ്റേറ്റിനെതിരെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ത്യയെ തകർക്കാൻ നിൽക്കുകയാണ് എന്ന് പരസ്യമായി പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധി. കാരണം തനിക്ക് കിട്ടാത്തത് ആർക്കും വേണ്ട എന്ന് പറയുന്ന ഒരു നിരാശ ബാധിച്ച ഒരു മനോരോഗിയുടെ എല്ലാ ലക്ഷണങ്ങളും പ്രകടിപ്പിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി ഇപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നു നമ്മുടെ പട്ടാളം 10% കയ്യിലാണ്. അതായത് പട്ടാളത്തിൽ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് 10%. അങ്ങനെ അത് ലളിതമായ ഒറ്റവാക്കിൽ അങ്ങനെയാണ്. പക്ഷെ പറഞ്ഞിരിക്കുന്നത് പട്ടാളത്തിൽ ജാതി പ്രശ്നമാണ്. മുമ്പ് പറഞ്ഞത് തന്നെയാണ്, പട്ടാളത്തിൽ ജാതിയുണ്ട്. പട്ടാളത്തിൽ OBCക്ക്, ദളിതുകൾക്ക്, പിന്നോക്കക്കാർക്ക് ഒന്നും അവസരം കിട്ടുന്നില്ല. അവരാരും പട്ടാളത്തിൽ നിർണായക പദവികളിലെത്തുന്നില്ല. അവരെ തിരഞ്ഞെടുക്കുന്നത് പോലും ജാതി നോക്കിയിട്ടാണ്. നമ്മുടെ നാട്ടിൽ മിലിറ്ററി റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട് അല്ലേ? അതെ. അപ്പോൾ 100 കണക്കിന് ചെറുപ്പക്കാർ റിക്രൂട്ട്മെൻറ്റ് റാലികളിൽ പങ്കെടുക്കും. അവർ വന്നിട്ട് അവർ ഓടി ചാടി അവരുടെ കായിക ശേഷിയൊക്കെ പ്രകടിപ്പിച്ചിട്ട് അതിൽ ഫിറ്റായിട്ടുള്ള ആളുകളെ എടുത്തുകൊണ്ട് പോകും. അവിടെ ജാതി ഒന്നും ആരും നോക്കാറില്ല. എവിടെയാണ് സൈന്യത്തിൽ ജാതി നോക്കുന്നത്? അപ്പോൾ ഇന്ത്യൻ സൈന്യത്തിൻ്റെ മുറയിൽ പിണറായി പറയുന്നത് പോലീസിനെ ആക്രമിച്ച് പോലീസിൻ്റെ മനോവീര്യം കളയരുതെന്ന് പിണറായി പറയാറുണ്ട്. ഇന്ത്യൻ സൈന്യത്തെ നിരന്തരം ഇങ്ങനെ മനോവീര്യം തകർക്കുന്നത് പോലെ ജാതി മേധാവികളാണ് ഇന്ത്യൻ സൈന്യത്തെ നയിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ സൈന്യത്തിനിടയിൽ വലിയ അന്തഛിദ്രം ഉണ്ടാക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ലോകത്തിലെ 4ാമത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് ഇന്ത്യ. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനൊന്ന് നിവർന്നു നിൽക്കാൻ കഴിയുന്നതിന് മുമ്പ് പാകിസ്ഥാനെ അടിച്ച് നമ്മൾ തകർത്തു. അപ്പോൾ ലോകത്തെ ഏത് രാജ്യത്തോടും കിടപിടിക്കാൻ പറ്റുന്ന ഒരു സൈന്യമായി ഇന്ത്യൻ സൈന്യം മാറിയിരിക്കുമ്പോൾ ആ സൈന്യത്തിനിടയിൽ ജാതീയമായ വേർതിരിവുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ സൈന്യത്തെ തകർക്കാൻ ശ്രമിക്കുകയാണ്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് ഈ മനുഷ്യൻ. അയാൾ പറയുകയാണ് കോർപ്പറേറ്റുകൾ, പിന്നെ ബ്യൂറോക്രാറ്റ്സ്, ഇവരുടെ വ്യവസായികൾ, ഇവർക്കിടയിലെല്ലാം മേൽജാതിക്കാരാണ് എന്ന് പറയുന്ന, അത് വേണമെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ജുഡീഷ്യറിയിൽ ജാതിക്കോയ്മയാണ്, മേൽജാതിക്കാരാണ്. ജുഡീഷ്യറിയെ നിയമിക്കുന്നത് നരേന്ദ്രമോദിയാണോ? കൊളീജിയമല്ലേ? അതിൻ്റെ ഉത്തരവാദിത്വം നരേന്ദ്രമോദിക്കാണോ? കേന്ദ്ര സർക്കാരിനാണോ? നമ്മുടെ നാട്ടിലെ സിസ്റ്റം അങ്ങനെയാണ്. നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷൻ ഉണ്ടാക്കി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും അംഗീകരിച്ച്, എല്ലാ പാർട്ടികളും അംഗീകരിച്ച്, എല്ലാ നിയമസഭകളും പാസ്സാക്കി അങ്ങ് ചെന്നപ്പോൾ കൊളീജിയം മതി എന്ന് പറഞ്ഞ് സുപ്രീം കോടതി റദ്ദാക്കി. ഇന്ന് വീണ്ടും ഇത് സുതാര്യമായി സംവരണം ഉൾപ്പെടെയുള്ളത് പാലിച്ച് ജഡ്ജിമാരെ നിയമിക്കാൻ വേണ്ടി ഒരു നിയമം കൊണ്ടുവന്നാൽ ഇതേ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി അതിനെ എതിർക്കും. അപ്പോൾ ഈ മനുഷ്യൻ ആളുകളെ തനിക്ക് ജയിക്കാൻ ഒരു നിവർത്തിയത്, എങ്ങനെയും തെരഞ്ഞെടുപ്പിൽ താൻ പരാജയപ്പെടും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഭിന്നത ഉണ്ടാക്കി, ഇവിടെ ജാതീയമായ അന്തഛിദ്രം ഉണ്ടാക്കി, ഇന്ത്യൻ ജനതയെ ഡിവൈഡ് ചെയ്ത് ഭിന്നിപ്പിച്ച് അതിനിടയിലെങ്കിലും മുതലെടുക്കാൻ പറ്റുമോ എന്ന് പഴയ രണ്ട് കുറുക്കൻ്റെ കഥയില്ലേ, മുട്ടനാളുകൾ തമ്മിലടിപ്പിക്കുക. ഇന്ത്യയിലെ ജനങ്ങളെ ആകെ ജാതിയുമായി തമ്മിലടിപ്പിക്കണം, എന്നിട്ടെങ്കിലും എനിക്കൊന്ന് ജയിക്കാൻ പറ്റുമോ എന്നുള്ള നീചമായ പ്രവൃത്തി നടത്തുകയാണ് രാഹുൽ ഗാന്ധി. അതിൻ്റെ ഏറ്റവും അവസാനത്തെ എപ്പിസോഡാണ്. സൈന്യത്തിനെതിരെ ഇത് ആദ്യമായിട്ടൊന്നും അല്ല പറയുന്നത്. അരുണാചൽ പ്രദേശിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട്, അതായത് തവാങ് മേഖലയിൽ ഇന്ത്യൻ പട്ടാളത്തെ പാകിസ്ഥാൻ അടിച്ച് തകർക്കുകയാണ്, ചൈന അടിച്ച് തകർക്കുകയാണ് എന്ന് പറഞ്ഞ് അയാളൊരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി. അത് കോടതിയിൽ കേസായി എല്ലാം വന്ന് അലഹബാദ് ഹൈക്കോടതി രാഹുൽ ഗാന്ധിയെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, എന്തും പറയാനുള്ള മൗലികാവകാശമൊക്കെ നമ്മുടെ ഭരണഘടന പറയുന്നുണ്ട്. എന്തും പറഞ്ഞിട്ട് പട്ടാളത്തിനെതിരെ ഡിഫൈം ചെയ്ത അപകീർത്തികരമായ പരാമർശം നടത്താൻ മനുഷ്യ തനിക്ക് അധികാരമില്ല എന്ന്. യഥാർത്ഥ ഇന്ത്യൻ പൗരനാണെങ്കിൽ അല്ല, തനിക്ക് അവകാശമില്ലെന്ന് മാത്രവും താനൊരു ഇന്ത്യക്കാരനാണോ എന്ന് ഞങ്ങൾക്ക് സംശയം തോന്നുന്നു എന്നും അലഹബാദ് ഹൈക്കോടതി പറഞ്ഞു. ഒരാളെ വിളിച്ചിട്ട് താൻ ഇന്ത്യക്കാരനാണെന്ന് നമുക്ക് സംശയം തോന്നുന്നുവെന്ന് ഇന്ത്യയിൽ ഒരു ഭരണഘടനാ കോടതി പറഞ്ഞാൽ അതിൽ പരം അപമാനമുണ്ട്. പോയി ഒന്നെങ്കിൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കണം. അത്ര നീച. എന്നിട്ട് മാപ്പ് പറഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. വീണ്ടും പറയുകയാണ് സൈന്യത്തിനെതിരെ. സൈന്യത്തെ ജാതിയുമായി ഭിന്നിപ്പിക്കുക. നമ്മളാരും കേട്ടിട്ടില്ല സൈന്യത്തിൽ സംവരണമുണ്ടോ, സംവരണാടിസ്ഥാനത്തിലാണോ ആളുകൾ എടുക്കുന്നത്. അതിനകത്ത് കഴിവുള്ളവർ പ്രമോഷൻ കിട്ടി, അതിനൊക്കെ വ്യക്തമായ നിയമങ്ങളുണ്ട്. അപ്പോൾ സൈന്യത്തിനെതിരെ ഇത് ആദ്യമായിട്ടാണോ രാഹുൽ ഗാന്ധി പറയുന്നത്? ഇപ്പോൾ ഈ തവാങ് സംഭവത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കോടതി പോയി തടിയൂരി. ഇത് മാത്രമല്ല, സൈന്യത്തിനെതിരെ പറഞ്ഞ എന്താ, ബലാക്കോട്ടിൽ നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി. രാഹുൽ ഗാന്ധി ചോദിച്ചെന്താ തെളിവ് അവിടെ? അതായത് ലോകത്തിലെ ഒരു രാജ്യവും അവരുടെ സൈന്യം ഒരു നിർണായകമായ നേട്ടമുണ്ടാക്കി എന്ന് പറഞ്ഞാൽ അതിന് ഒരു രാജ്യത്തെ ഒരു പാർട്ടിയും തെളിവ് ചോദിക്കത്തില്ല. ആ തെളിവ് ചോദിക്കുന്ന നീചമായ
നിലപാട് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും എടുത്തു എന്ന് മാത്രമല്ല, അവിടെ ബലാക്കോട്ടിൽ ചില പൈൻ മരങ്ങളാണ് നമ്മൾ തകർത്തതെന്ന് പറഞ്ഞു. അവസാനം പാകിസ്ഥാൻ പാർലമെൻറ്റിൽ പാകിസ്ഥാൻ സമ്മതിച്ചു, ഞങ്ങളുടെ ടെറർ ക്യാമ്പുകൾ തകർത്തു, 300ഓളം ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് പാകിസ്ഥാൻ പറഞ്ഞപ്പോഴും ഈ മനുഷ്യൻ തിരുത്തിയില്ല. അപ്പോൾ ഇയാൾക്ക് അധികാരം കിട്ടാത്തതിൻ്റെ ഒരു മാനസിക രോഗം പോലെ വളർന്ന് എന്തു ചെയ്തും നരേന്ദ്രമോദി സർക്കാരിനെ അപകീർത്തിപ്പെടുത്തണമെന്നുള്ള കേവല ലക്ഷ്യവുമായി രാഹുൽ ഗാന്ധി നീങ്ങുകയാണ്. ഇപ്പോൾ ബീഹാർ ഇലക്ഷൻ നടക്കാൻ പോവാണ്. ഒന്നാം ഘട്ടം അടുത്ത ദിവസം നടക്കും. അപ്പോൾ ബീഹാറിലെ സംബന്ധിച്ച് എന്താണ്, 64 ലക്ഷം ആളുകളെ ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നീക്കി. ഇൻറ്റൻസീവ് റിവ്യൂ ആയിട്ട് നടത്തി. അതിനെതിരെ കോടതിയിൽ അതിനെ ചലഞ്ച് ചെയ്ത് ഒരു പരാതി പോലും വന്നില്ല. അപ്പോൾ ഈ 64 ലക്ഷം പേർ ആരായിരുന്നു? 64 ലക്ഷം ആളുകൾ ഇന്ത്യൻ പൗരന്മാരല്ലായിരുന്നു. നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് വോട്ട് ചെയ്യാനുള്ള അവകാശം ഇന്ത്യൻ പൗരന്മാർക്കേ ഉള്ളൂ. പാകിസ്ഥാനിക്ക് വന്ന് ഇന്ത്യയിലെ ഇലക്ഷൻ വോട്ട് ചെയ്യാൻ പറ്റുമോ? പക്ഷേ 64 ലക്ഷം ആളുകൾക്ക് അവരുടെ പൗരത്വം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇപ്പോൾ പറയുന്നത് എന്താ, പിൻവാതിലിലൂടെ പൗരത്വ നിയമം നടപ്പാക്കുക. അതെ, ഇന്ത്യ എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ പൗരന്മാർക്കുള്ളതാണ്. ബംഗ്ലാദേശികൾക്കോ റോഹിംഗ്യനോ പാകിസ്ഥാനോ ഉള്ളതല്ല. ലോകത്തിലെ എല്ലാ രാജ്യത്തും അവിടുത്തെ പൗരന്മാർക്ക് ഐഡൻറ്റിറ്റി കാർഡുണ്ട്. ഈയിടെ സമീപകാലത്ത് 5-6 മാസം മുമ്പ് പാകിസ്ഥാനിൽ നിന്ന് 2 ഹിന്ദുക്കൾ, ഒരു പെൺകുട്ടിയും ഒരു ചെറുപ്പക്കാരനും അതിർത്തി കടന്ന് രാജസ്ഥാനിലെ മരുഭൂമിയിലൂടെ ക്രോസ് ചെയ്ത് വന്നു. വെള്ളം കിട്ടാതെ അവരുടെ മരിച്ചുപോയി. അവരുടെ ബോഡി റിക്കവർ ചെയ്യുമ്പോൾ അതിനകത്ത് അവരുടെ പാകിസ്ഥാൻ സിറ്റിസൺ കാർഡ് ഉണ്ടായിരുന്നു. അത് ചിപ്പൊക്കെ ഉള്ള കാർഡ്. അവർ പാകിസ്ഥാൻ പൗരന്മാരാണെന്ന് തെളിയിക്കുന്ന പൗരത്വ കാർഡ്. ഇപ്പോൾ പ്രിയൻ ഇവിടെ ഇരിക്കുന്നു, ഞാനിവിടെ ഇരിക്കുന്നു, സച്ചിൻ ഇവിടെ ഇരിപ്പുണ്ട്, നമ്മുടെ ആളുകളൊക്കെ ചുറ്റും നമ്മുടെ ഷൂട്ടുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഇരിപ്പുണ്ട്. പക്ഷേ നമുക്കാർക്കെങ്കിലും നമ്മൾ ഇന്ത്യൻ പൗരന്മാരാണെന്ന് തെളിയിക്കുന്ന ഒരു കാർഡുണ്ടോ? നമ്മൾ കരുതും ആധാറുണ്ടല്ലോ. ആധാർ പൗരത്വ കാർഡല്ല. അല്ല, വിദേശികൾ ഇവിടെ വന്നിട്ട് 120 ദിവസമോ മറ്റോ ഇവിടെ സ്ഥിരമായി താമസിച്ച വിദേശിക്കും കിട്ടും ആധാർ കാർഡ്. ആ ഇലക്ഷൻ ID കാർഡുണ്ടല്ലോ, അല്ല പൗരത്വ കാർഡല്ല. ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, അല്ല പൗരത്വ കാർഡല്ല. ഇനിയെന്താ പാസ്പോർട്ടുണ്ട്, അല്ല പാസ്പോർട്ട് പൗരത്വ കാർഡല്ല. പാസ്പോർട്ടിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട് 2 കാര്യങ്ങൾ. ഒന്ന്, പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ പ്രിയൻ്റെ പാസ്പോർട്ട് പ്രിയൻ്റെ അല്ലെന്നേ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെയാണ്. നിങ്ങളത് കൈവശം വെച്ചിരിക്കുന്നതേ ഉള്ളൂ. മാത്രമല്ല പാസ്പോർട്ട് ഒരു പൗരത്വ കാർഡല്ല എന്ന് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. സിറ്റിസൺഷിപ്പ് പ്രൂവ് ചെയ്യാനുള്ള കാർഡല്ല. ഇന്ത്യയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് പറയുന്നത് നമുക്ക് പൗരത്വ കാർഡില്ല. അപ്പോൾ പിന്നെ ഒരു പൗരത്വ കാർഡ് ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ പൗരത്വ കാർഡൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഈ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്നു, നമുക്കിവിടെ നമ്മുടെ എത്ര പേര് ജോലി ചെയ്യുന്നുള്ളതിന് ഒരു രജിസ്റ്റർ ഉണ്ടാവും അല്ലേ? ഏത് സ്ഥാപനം, സ്കൂളിലുണ്ട് കുട്ടികളുടെ രജിസ്റ്ററുണ്ട്, അധ്യാപകരുടെ രജിസ്റ്ററുണ്ട്, ഏത് തൊഴിലിടത്തും ഏത് സ്ഥാപനത്തിലും അവിടെയുള്ള ആളുകളുടെ രജിസ്റ്ററുണ്ട്. ഇന്ത്യയിൽ ഒരു പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ CPM, മുസ്ലിം ലീഗ്, കോൺഗ്രസ് എല്ലാവരും എതിർക്കും. പൗരത്വ രജിസ്റ്റർ പറ്റത്തില്ല. എന്താ കാര്യം? ഇവിടെ ഇന്ത്യയിലുള്ളവരെല്ലാം ഇന്ത്യൻ പൗരന്മാരാണെങ്കിൽ ഒരു രജിസ്റ്റർ ഉണ്ടാക്കിയാൽ അവർക്കൊരു ഐഡൻറ്റിറ്റി കാർഡ് കൊടുത്താൽ എന്താ കുഴപ്പം? അപ്പോൾ ഈ പൗരന്മാരല്ലാത്ത ആളുകൾ 10 കോടിയിൽ പരം ആളുകൾ ഇന്ത്യയിൽ ഇന്ത്യൻ പൗരന്മാരല്ലാത്തവരുണ്ട്. അവർ നമ്മുടെ ചുറ്റും പല ജോലി ചെയ്ത് പല ഭാഷ സംസാരിച്ച് പല പേരുകൾ കഴിയുന്നുണ്ട്. ഇപ്പോൾ ബംഗാളിലിപ്പം വലിയ മമതാ ബാനർജി വോട്ടർ പട്ടിക പുനഃക്രമീകരിക്കുന്നതിനെക്കുറിച്ച് എതിരെ വലിയ സമരം പ്രഖ്യാപിച്ചിരിക്കുക. ഇപ്പോൾ ഇതുവരെ പറഞ്ഞത് എന്താ, വോട്ടർ പട്ടികയിൽ കുഴപ്പമുണ്ട്, വോട്ടർ പട്ടിക എന്നാൽ നന്നാക്കിയേക്കാന്ന് വെച്ചപ്പോൾ അത് പറ്റത്തില്ല. ഇപ്പോൾ അവിടെ പറയുന്നതെന്നറിയോ, ബംഗാളിൽ വോട്ടർ പട്ടിക സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവ്യൂ അല്ലേ, അതിവേഗത്തിലുള്ള പ്രത്യേക റിവ്യൂ. ഈ റിവ്യൂ നടത്തിയിട്ടുണ്ട് 2002 അവസാനം നടന്നത്. അതിനുശേഷം ഇപ്പോൾ നടക്കുകയാണ് 21 വർഷത്തിന് ശേഷം. അപ്പോൾ മുൻകാലങ്ങളിലൊക്കെ തിരഞ്ഞെടുപ്പ് പട്ടിക പുനഃക്രമീകരിച്ചിട്ടുണ്ട്, പരിഷ്കരിച്ചിട്ടുണ്ട്. പരിഷ്കരിക്കാൻ പറ്റില്ല. പരിഷ്കരിച്ചാൽ ഞങ്ങളുടെ പൗരത്വം നഷ്ടപ്പെടും. അപ്പോൾ ശരി, നിങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു രേഖ കാണിക്കണം. രേഖയില്ലാതെ എങ്ങനെ ഇന്ത്യയിൽ കഴിയാൻ പറ്റും? അപ്പോൾ ഇലക്ഷൻ കമ്മീഷന് രേഖ ചോദിക്കാൻ അവകാശമില്ല. ശരിയാണ്, ഇലക്ഷൻ കമ്മീഷനല്ല പൗരത്വം തീരുമാനിക്കുന്നത്. പക്ഷേ ഇലക്ഷൻ കമ്മീഷന് വേറെ കാര്യം ചെയ്യാം. ഇലക്ഷൻ കമ്മീഷൻ്റെ ഉത്തരവാദിത്തം ഇന്ത്യൻ പൗരന്മാർക്ക് വോട്ടവകാശം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ പൗരനാണെന്ന് ചോദിക്കാൻ ആർക്ക് അവകാശമുണ്ട്? ഇലക്ഷൻ കമ്മീഷൻ അത് ചെയ്യുകയാണ്. ഇപ്പോൾ കേരളത്തിൽ നോക്കൂ, കേരളത്തിൽ എന്തെങ്കിലും അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ പറഞ്ഞിരിക്കുന്നു, ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കുന്ന കാരണം ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. അപ്പോൾ കേന്ദ്ര കമ്മീഷനും സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ലോക്കൽ ബോഡി ഇലക്ഷൻ, അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനല്ല, പിണറായി വിജയൻ നിശ്ചയിച്ചിരിക്കുന്ന ഒരു ഇലക്ഷൻ കമ്മീഷനാണ്. അതൊരു ക്ലാഷിലേക്ക് ഇപ്പോൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, അപ്പോൾ ഈ നമ്മുടെ നാട്ടിലെ എല്ലാ ജനാധിപത്യ പ്രക്രിയകളെ അട്ടിമറിക്കാൻ, സൈന്യത്തെ പോലും അപകീർത്തിപ്പെടുത്താൻ ഈ ലക്കും ലഗാനും ഇല്ലാത്ത മനുഷ്യൻ
എന്തും കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും അവസാനം എനിക്ക് തോന്നുന്നു ഇപ്പോൾ വീണ്ടും സൈന്യത്തിനെതിരെയൊക്കെ വന്നിട്ട് ഇയാൾ ഈ പ്രകോപനം കാണും. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ബീഹാറിൽ പോയിട്ട് മീൻപിടുത്ത വള്ളത്തിൽ ഇരുന്നിട്ട് എടുത്ത് ചാട്ടി തോട്ടിലോട്ട് ചാടുന്നു, എന്നിട്ട് അതിലൂടെ മുങ്ങാങ്കുഴി ഇടുന്നു. അത് മാത്രമല്ല, ഇന്നലെ വേറൊരു തമാശ പുള്ളി പറഞ്ഞു, ബീഹാറിൽ ഈ ഔറംഗാബാദിൽ നടത്തിയ സൈന്യത്തിനെതിരെ പറഞ്ഞ ഈ പ്രസംഗത്തിനിടെ രാഹുൽ മറ്റൊന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചെറുപ്പക്കാരെയൊക്കെ ഇങ്ങനെ ഡിജിറ്റൽ അടിമകളാക്കിയിരിക്കുകയാണ് മോദി. അവരെല്ലാവരും മൊബൈലിൽ കുത്തിക്കുട്ടി. മോദി പറഞ്ഞിട്ടാണ് ഇവിടെ ഉള്ളവരെല്ലാം ഫോണിൽ കുത്തിയിരിക്കുന്നത്. അവർ റീൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അവരെ മോദി അടിമയാവും. ഇപ്പോൾ റീൽ ഉണ്ടാക്കി പിള്ളേർ കളിച്ചാൽ അവർ മോദിയുടെ അടിമയാവും. അങ്ങനെ പിള്ളേർ റീലുണ്ടാക്കി കളിച്ചാൽ, ജിയോ ഫോണിൽ റീലുണ്ടാക്കിയാൽ ശ്രദ്ധിക്കണം. ആ വീഡിയോ കൂടെ കാണിക്കാം നമ്മുടെ പ്രേക്ഷകർ. जब आप जियो का फोन इस्तेमाल करते हो और वीडियो बना के अपने दोस्त को भेजते हो, इंस्टाग्राम की रील बनाते हो, तो पैसा किसके जेब में जाता है? अदानी। ജിയോ ഫോണിൽ നമ്മുടെ ചെറുപ്പക്കാർ മോദിയുടെ കെണിയുടെ ഭാഗമായി റീൽ ഉണ്ടാക്കി കളിക്കുന്നു. അപ്പോൾ ജിയോ ഫോണിൽ ഇങ്ങനെ റീൽ ഉണ്ടാക്കി കളിച്ചാൽ അദാനിക്ക് കാശ് കിട്ടും. ജിയോ ആരുടെയാ? അംബാനിയുടെ. ജിയോ ഫോണിൽ റീൽ ഉണ്ടാക്കിയാൽ ആർക്ക് കാശ് കിട്ടും? അദാനിക്ക് കാശ് കിട്ടും. ഇടയെ ഒരാൾ നിരന്തരം കുറേ റീലൊക്കെ ഉണ്ടാക്കിയിട്ടാൽ അദാനിക്കും അംബാനിക്കും മാത്രം, അദാനിക്കല്ല അംബാനിക്ക് മാത്രമല്ല കാശ് കിട്ടുക, റീൽ ഉണ്ടാക്കുന്നവരും കാശ് കിട്ടും അല്ലേ? അതെ. യൂട്യൂബ് ചെയ്യുന്നവർക്ക്, ഇൻസ്റ്റയിൽ റീൽ ചെയ്യുന്നവർക്ക് റെമ്യൂണറേഷൻ ഉണ്ട്. അതെ. അപ്പോൾ ഇയാൾ റീലും കാണുന്നില്ല, ഫോണാരുടെ എന്നും അറിയത്തില്ല, എന്ത് പിച്ചും പെയ്യും എല്ലാം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധി ഇപ്പോൾ ബീഹാർ തോറ്റമ്പാമ്പുവാണ്. ബീഹാറിൽ 160 സീറ്റുകൾ വരെ NDAക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. കോൺഗ്രസ് അപ്പോൾ പിന്നെ എന്ത് പറയും, വോട്ട് ചോരി കഴിഞ്ഞു. ബീഹാറിൽ വെച്ചല്ലേ നടന്നത്. അവിടെ മൈക്ക് കെട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമ്മയും പ്രധാനമന്ത്രിയും ചേർത്ത് മൈക്ക് വെച്ച് കെട്ടി പച്ചക്ക് തെറി പറഞ്ഞു. യഥാർത്ഥത്തിൽ ആർജവമുള്ള ഒരു നേതാവായിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധി അതിൽ പരസ്യമായി ഖേദം പ്രകടിപ്പിച്ചതെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഇമേജ് എത്ര വലുതാകുമായിരുന്നു. ഇങ്ങനത്തുള്ള വർത്തമാനമൊന്നും പറയാൻ പാടില്ല. ഇത് രാജ്യത്ത് നിരക്കുന്നതല്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെക്കുറിച്ച് അതും ഒരു പൊതുയോഗത്തിൽ മൈക്ക് വെച്ച് കെട്ടി തെറി പറയുക എന്ന് പറഞ്ഞാൽ അതൊന്നും ഞങ്ങളുടെ കൾച്ചറല്ല എന്ന് പറയാൻ രാഹുൽ ഗാന്ധി കഴിഞ്ഞില്ല. കാരണം അയാൾക്ക് കടുത്ത ശത്രുതയാണ്. തൻ്റെ പാരമ്പര്യമാണ്, തൻ്റെ അവകാശമാണ്, കുടുംബവാഴ്ചയാണല്ലോ. നെഹ്റു, ഇന്ദിര, രാജീവ്, ഇനി രാഹുൽ. തൻ്റെ അവകാശമായ പ്രധാനമന്ത്രി കസേര തനിക്ക് തരാതിരിക്കുന്ന നരേന്ദ്രമോദിയോടുള്ള പക മൂത്ത് ഭ്രാന്തായി മാറിയിരിക്കുന്നു നമ്മുടെ പ്രതിപക്ഷ നേതാവിന് എന്ന് പറയേണ്ടി വരുന്നത് സങ്കടകരമാണ്. പക്ഷേ സങ്കടകരമാണെന്ന് പറഞ്ഞ് പറയാതിരിക്കാൻ പറ്റില്ല. ഇന്ത്യൻ സൈന്യത്തെ വീണ്ടും അപമാനിച്ച രാഹുൽ ഗാന്ധിക്ക് ബീഹാർ മറുപടി നൽകും.